ബേസിലേക്ക് വരുമ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ 14 മാർക്സും സെക്കൻഡ് പാർട്ടിലും 14 മാർക്സ്. അങ്ങനെയാണ്. ചിലപ്പോൾ നമുക്ക് 2 ടെക്സ്റ്റ് കിട്ടും. അതായത് NCERTക്കാണ് 2 ടെക്സ്റ്റ് ഉണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ ഓതേഴ്സിൻ്റെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു ടെക്സ്റ്റ് തന്നെയാണ്, പക്ഷേ 2 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ എടുക്കാൻ പോകുന്നത് സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടാണ് ചാപ്റ്റർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ചാപ്റ്ററിന്റെ നമ്പർ വരുമ്പോൾ 10 ആണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് കേട്ടോ, സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ്. അതാണ് ചിലപ്പോൾ എടുക്കാൻ പോകുന്നത്. 2 പാർട്ടായിട്ടാണ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിനെ സെക്കൻഡ് ഇയറിൽ വന്നപ്പോൾ തരംതിരിച്ചിരിക്കുന്നത്. ചാപ്റ്റർ ഹെഡിങ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് +1 നമ്മൾ പഠിച്ചാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിപണി. സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന പ്ലേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാർക്കറ്റ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്. പേരിൽ നിങ്ങൾക്ക് മനസ്സിലായി അവിടെ എന്തായിരിക്കാം എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്? ഫിനാൻസ്, പണം അല്ലെങ്കിൽ പണപരമായ അസറ്റ്സുകൾ, ഫിനാൻഷ്യൽ അസറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ദ ക്രിയേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് കേട്ടോ. ഫിനാൻഷ്യൽ അസറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്ന മാർക്കറ്റിനെ അല്ലെങ്കിൽ വിപണിയെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഇപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരാം, എന്താണ് ഈ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ +1 സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പണം സമാഹരിക്കാനുള്ള വിവിധ സോഴ്സസിനെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. ഇവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ ഷെയർസിനെ പറ്റി പഠിച്ചു അല്ലെ, ഡിബഞ്ചറിനെ പറ്റി പഠിച്ചു. ഷെയർ തന്നെ 2 ക്ലാസിഫിക്കേഷൻ, മെയിൻ ആയിട്ട് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയർ പഠിച്ചു, ഡിബഞ്ചർ പഠിച്ചു. അപ്പൊ ഇതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഷെയറുകളോ ഡിബഞ്ചറുകളോ അതിനെയാണ് കോമൺലി അവർ സെക്യൂരിറ്റീസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അസറ്റ്സ് എന്ന് വിളിക്കും കേട്ടോ. ഇത് കൈമാറ്റം ചെയ്യുന്ന മാർക്കറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബോറോവേഴ്സിനെയും സേവേഴ്സിനെയും, ആരായി സേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫണ്ട് എക്സസ് ആയിട്ട് കയ്യിലുള്ളവനാണ് സേവിങ്സ് നടത്തുന്നത്, നിക്ഷേപിക്കുന്നത്. ബോറോവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവനാണ് എന്ത് ചെയ്യുന്നത്? കടം വാങ്ങുന്നത്. ഇവരെ തമ്മിൽ അതായത് സേവേഴ്സിനെയും ബോറോവേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്ലേസിനെയും നമുക്ക് എന്തെന്ന് പറയാം? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയാം. അപ്പൊ ഫിനാൻഷ്യൽ അസറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് ടീച്ചർ പറഞ്ഞു? ഷെയറുകളാകാം, ഡിബഞ്ചറുകളാകാം, ബോണ്ടുകളാകാം. ഇതെല്ലാം നമ്മൾ +1 പഠിച്ചതാണ്. അപ്പൊ ഇങ്ങനെയുള്ള അസറ്റ്സുകൾ കൈമാറ്റം ചെയ്യുന്ന വിപണിയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ലളിതമായി പറയുകയാണെങ്കിൽ ബോറോവേഴ്സിനെയും സേവേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്ലേസിനെയും നമുക്ക് എന്തെന്ന് പറയാം? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയാം. ഫിനാൻഷ്യൽ മാർക്കറ്റ് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ദെൻ എന്തൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫങ്ഷൻസ്? അടുത്ത പോർഷൻ അതാണ് കൊടുത്തിരിക്കുന്നത്, ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്തെല്ലാം ധർമ്മങ്ങളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആൻഡ് ചാനലൈസ് ദം ടു ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് യൂസേഴ്സ്. അതായത് സേവിങ്സ്, സമ്പാദ്യങ്ങളെ സമാഹരിക്കുക, ഉള്ളവരിൽ നിന്നും അല്ലെങ്കിൽ എക്സസ് ഉള്ളവരിൽ അവരുടെ ഫണ്ടുകൾ സമാഹരിക്കുക. എന്നിട്ട് ഈ സമാഹരിച്ച ഫണ്ടിനെ എന്ത് ചെയ്യുക? ചാനലൈസ് ചെയ്യുക. ദാറ്റ് മീൻസ് ആർക്കാണോ ആവശ്യമുള്ളത്, നമുക്കറിയാം ബിസിനസ് സ്ഥാപനങ്ങൾക്കാണ് ആവശ്യമുള്ളത്, അവരുടെ പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടി ഈ സേവേഴ്സിന്റെ ഫണ്ടിനെ എന്ത് ചെയ്തു? ചാനലൈസ് ചെയ്ത് വിടുന്നു. അതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ഫംഗ്ഷൻ. ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമ്മുടെ 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപ കൊണ്ട് നമുക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റുകയില്ല അല്ലെ. പക്ഷെ നമ്മളെ പോലെയുള്ള പല വ്യക്തികൾ ഷെയർ ആയിട്ട് 100 രൂപ ഒരു കമ്പനിക്ക് കൊടുക്കുമ്പോൾ കമ്പനി ആ ഹ്യൂജ് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യും. അപ്പം ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും കമ്പനിക്ക് ലാഭം കിട്ടുന്നു, ലാഭത്തിന്റെ ഒരു ഭാഗം നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് തരും അല്ലെ. അപ്പൊ നമ്മുടെ 100 രൂപ കമ്പനിയിൽ സേഫുമാണ്, അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യുകയും ചെയ്യാം? നമുക്ക് ഡിവിഡൻഡ് റെഗുലർലി കിട്ടുകയും ചെയ്യും. അപ്പൊ നോക്കിയാൽ നമ്മൾ മാത്രമല്ല വളരുന്നത്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഫാമിലി വളരും അല്ലെ. നമ്മൾ അന്ന് വരെ 50 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന സാധനം നമ്മൾ കുറച്ചുകൂടെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മേടിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് രാജ്യം വളരുന്നത്. അപ്പൊ അതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പൊ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ പറഞ്ഞേക്കുവാണ് സമ്പാദ്യശീലം വളർത്തുക, അല്ലെങ്കിൽ സമ്പാദ്യം മൊബിലൈസ് ചെയ്യുക, സമാഹരിച്ചിട്ട് അതിനെ പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് എന്ത് ചെയ്യുക? ചാനലൈസ് ചെയ്യുക. ടീച്ചർ ഇപ്പം പറഞ്ഞ പോലെ നമ്മുടെ 100 വേണമെങ്കിൽ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളെ പോലുള്ള പല വ്യക്തികൾ 100 രൂപയുടെ ഷെയറുകളിലേക്കോ ഡിബഞ്ചറിലേക്കോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കമ്പനി അതുകൊണ്ട് എന്ത് ചെയ്യും? ബിസിനസ് ചെയ്യും. എന്നിട്ട് കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നു, പ്രോഫിറ്റിന്റെ ഒരു പാർട്ട് നമുക്ക് തരുന്നു കേട്ടോ. അങ്ങനെ സേവേഴ്സിന്റെ ഫണ്ടിനെ ചാനലൈസ് ചെയ്ത് വിടാനായിട്ട് ഇത് സഹായിക്കുന്നു
ഫിനാൻഷ്യൽ മാർക്കറ്റ് സഹായിക്കുന്നു. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റിംഗ് പ്രൈസ് ഡിസ്കവറി. നമുക്കറിയാം ഫണ്ട് മിച്ചമുള്ളവൻ ആർക്കാ കൊടുക്കുന്നത്? കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമ്മൾ കാണുന്ന കോർപ്പറേറ്റ് എൻറ്റിറ്റിക്കൊക്കെ കൊടുക്കും. ബിസിനസ് സ്ഥാപനങ്ങളെയാണ് വിളിക്കുന്ന കോർപ്പറേറ്റ് എൻറ്റിറ്റിന്ന്. അവർക്കൊക്കെ കൊടുക്കുമ്പോൾ നോക്കി ഇവരുമായിട്ട് ബിസിനസ് സ്ഥാപനങ്ങൾക്കും നമ്മളെപ്പോലെയുള്ള പബ്ലിക്കുമായിട്ടും എന്തൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ആ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞേക്കുന്നത് ആ ഉൽപ്പന്നത്തെ സംബന്ധിച്ച് അപ്പം ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അറിയാം, അവരുടെ ബിഹേവിയർ അറിയാം, ഏത് പ്രൈസിന് ഒരു പ്രോഡക്റ്റ് വിപണിയിൽ ഇറക്കിയാൽ അത് ജനങ്ങൾ വാങ്ങിക്കുമെന്നൊക്കെ അറിയാൻ പറ്റും. അതായത് ഇവരുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് ബിൽഡപ്പ് ചെയ്യാം. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ആ ഉൽപ്പന്നത്തിന്റെ പ്രൈസ് അല്ലെങ്കിൽ ആ ഷെയറുകളുടെ അല്ലെങ്കിൽ ആ ഡിവഞ്ചറുകൾ ഏത് വാല്യൂവിൽ ഇറക്കിയാൽ ജനങ്ങൾ മേടിക്കാൻ തയ്യാറാകും എന്നൊക്കെ ഒരു ഐഡിയ ആർക്ക് കിട്ടും? ബിസിനസ് സ്ഥാപനത്തിന് കിട്ടും. അതാണ് സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് ഫെസിലിറ്റേറ്റിംഗ് പ്രൈസ് ഡിസ്കവറി. ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് ദ ഹൗസ് ഹോൾഡ്സ് ആർ സപ്ലൈസ് ഓഫ് ഫണ്ട്. കേട്ടോ, ഹൗസ് ഹോൾഡ് നമ്മളെ പോലുള്ള വ്യക്തികളാണ് ഫണ്ട് സപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് എടുക്കുന്നു അവർ പറഞ്ഞേക്കാണ് ബിസിനസ് ഫേം റെപ്രസെന്റ് ദ ഡിമാൻഡ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദം ഹെൽപ് ടു എസ്റ്റാബ്ലിഷ് പ്രൈസ് ഫോർ ദ ഫിനാൻഷ്യൽ അസറ്റ്. കേട്ടോ, ഇങ്ങനെ അവരുമായിട്ട് നമ്മൾ ഇന്ററാക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ അസറ്റുകളുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിന്റെയോ ഡിവഞ്ചറിന്റെയോ ബോണ്ടിന്റെയോ ഒക്കെ വില ഇവർക്ക് എളുപ്പത്തിൽ നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. അതായത് ഏത് വിലയ്ക്ക് ഇറക്കിയാൽ പബ്ലിക് ഇത് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു കമ്പനി ഷെയർ ഇറക്കുമ്പോൾ പബ്ലിക് ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അല്ലെ. നമുക്ക് മേടിക്കാൻ പറ്റുന്ന പ്രൈസ് വാല്യൂ ആണോ അല്ലെങ്കിൽ പാർ വാല്യൂ ആണോ അല്ലെങ്കിൽ മുഖവിലയാണോ എന്നൊക്കെ കമ്പനിക്ക് ഫിക്സ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും എന്നതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ. ഒന്നുകൂടി ടീച്ചർ പറയാം, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അസറ്റുകൾ വാങ്ങുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്ലേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫംഗ്ഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആൻഡ് ചാനലൈസ് ദം ടു മോസ്റ്റ് പ്രൊഡക്റ്റീവ് വേസ് അല്ലെ. ഏറ്റവും കാര്യക്ഷമമായ ഉത്പാദനക്ഷമതയിലേക്ക് ഈ ഫണ്ടിനെ വഴിതിരിച്ച് വിടാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഫംഗ്ഷൻ പറഞ്ഞേക്കുവാണ് എളുപ്പത്തിൽ ഈ ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ അസറ്റുകളുടെ പ്രൈസ് ഡിസ്കവർ ചെയ്യാനായിട്ട് സ്ഥാപനങ്ങൾക്ക് പറ്റും എന്നതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുവാണ് പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ടു ഫിനാൻഷ്യൽ അസറ്റ്. എന്താണ് ലിക്വിഡിറ്റി? മലയാളത്തിൽ നമ്മൾ ദ്രവത്വം എന്ന് പറയും അല്ലെ. അതായത് ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്, പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലിക്വിഡിറ്റി എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചതാണ് അസറ്റുകളെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റ്സും. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്നാ വിതിൻ 1 ഇയർ അല്ലെ, പെട്ടെന്ന് അല്ലെങ്കിൽ ഈസിലി നമുക്ക് എന്താക്കി മാറ്റാം? ക്യാഷ് ആക്കി മാറ്റാം. ഫിക്സഡ് അസറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റില്ല. അത് ലോങ് ഡ്യൂറേഷൻ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിന്റെ ദീർഘകാല ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അസറ്റ്സുകളെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ അടുത്ത ഫംഗ്ഷൻ ആയിട്ട് അവർ പറഞ്ഞിരിക്കുവാണ് ഫിനാൻഷ്യൽ അസറ്റുകൾക്ക് എന്ത് പ്രദാനം ചെയ്യുന്നു? ലിക്വിഡിറ്റി പ്രദാനം ചെയ്യുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഒരു ഗുഡ്സ് ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നെങ്കിൽ അത് എവിടെ കൊണ്ട് വിറ്റാൽ നമുക്ക് പൈസ കിട്ടുമെന്നറിയാം അല്ലെ. പക്ഷേ ഫിനാൻഷ്യൽ അസറ്റുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം, അത് വാങ്ങാനും വിൽക്കാനും നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേക പ്ലേസ് നമുക്കുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ അടുത്ത് വരുന്ന ചാപ്റ്ററിൽ അതിനെപ്പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? ഇപ്പൊ ഇത്ര ഓർത്തിരിക്കുക, ഷെയറുകളും ഡിവഞ്ചറുകളും ബോണ്ടുകളും ഒക്കെ നമ്മൾ കൈമാറ്റം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കേട്ടോ, ഇന്ത്യയിൽ 26 അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വരും ചാപ്റ്ററുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും മൂന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് അവർ പറഞ്ഞിരിക്കുവാണ് ഈ ഫിനാൻഷ്യൽ അസറ്റുകൾക്ക് എന്ത് പ്രദാനം ചെയ്യുക? ലിക്വിഡിറ്റി പ്രദാനം ചെയ്യുക എന്നതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ പ്രാധാന്യം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്നാ പറഞ്ഞിരിക്കുന്നത്? എളുപ്പത്തിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ ഫംഗ്ഷനിൽ പറഞ്ഞേക്കുവാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫെസിലിറ്റേറ്റ് ഈസിലി പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. കേട്ടോ, ഈ ഫിനാൻഷ്യൽ അസറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ ആര് സഹായിക്കുന്നു? ഫിനാൻഷ്യൽ മാർക്കറ്റ് സഹായിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ത് പ്രദാനം ചെയ്യുന്നു? ലിക്വിഡിറ്റി പ്രദാനം ചെയ്യുന്നു. അടുത്ത സെന്റൻസിൽ നമ്മൾ ലിക്വിഡിറ്റിയെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കേട്ടെ? ലിക്വിഡിറ്റി മീൻസ് ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ പറ്റുന്ന അവസ്ഥയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ 3 ഫംഗ്ഷൻസ് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. നാലാമത്തെ ഫംഗ്ഷനാണ് റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ. എന്താണ് കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ കമ്പനിയുടെ അസറ്റുകൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അസറ്റുകളായ ഷെയറുകളോ ഡിവഞ്ചറുകളോ ബോണ്ടുകളോ ഒക്കെ നമ്മൾ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഇതിനെ സംബന്ധിച്ചുള്ള എന്ത് വേണം? അറിവ് വേണം അല്ലേ.
അറിവ് ചിലപ്പോൾ എങ്ങനെ അവർ തരുന്നത്, ഒന്നുകിൽ ലീഡിങ് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഓരോ കമ്പനികളും ഇറക്കിയിരിക്കുന്ന ഷെയറുകളും അവരുടെ വാല്യൂവും ഒക്കെ ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ വാല്യൂ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ കമ്പനി പുതിയതായിട്ട് ഷെയർ ഇറക്കുമ്പോൾ പബ്ലിക്കിനെ അറിയിക്കണമെന്ന് കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ഏതെങ്കിലും ലീഡിംഗ് ന്യൂസ് പേപ്പറിൽ അതിനെ സംബന്ധിച്ചുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. എത്രയാണ് ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖവില എത്രയാണ്, അല്ലെങ്കിൽ അവർ പറയും എത്ര നാളായി കമ്പനി പ്രവർത്തനം തുടങ്ങിയിട്ട്. കാരണം ജനങ്ങളെ പറ്റിക്കാൻ പറ്റുകയല്ല അല്ലേ, ജനങ്ങളെ ചീറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, രാജ്യം തകരും. കാരണം ജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പനി ബിസിനസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു പബ്ലിക്കിന് അല്ലെങ്കിൽ ഒരു ഷെയർ വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് ആ കമ്പനിയുടെ അസറ്റുകളെ സംബന്ധിച്ച്, ഫിനാൻഷ്യൽ അസറ്റുകളെയാണ് ഇതിൽ പറയുന്നത്, അസറ്റുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കണം. അത് ഫിനാൻഷ്യൽ മാർക്കറ്റ് സമയാസമയങ്ങളിൽ പ്രദാനം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ബിസിനസ് ന്യൂസ് കാണുകയാണെങ്കിൽ അറിയാൻ പറ്റും, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ അന്നത്തെ വാല്യൂ അതിനകത്ത് 3 മണിക്കത്തെ ന്യൂസിൽ അവർ കാണിക്കും. ഓരോ ദിവസവും ബിസിനസ് ചെയ്യുന്ന പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് അനുസരിച്ചാണ് ഷെയറിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നത്, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. നല്ല പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ കമ്പനിക്കുണ്ടെങ്കിൽ ഷെയറിന്റെ വാല്യൂ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും കേട്ടോ. അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അപ്ഡേറ്റ് ആയിട്ട് അവർ ആ വാല്യൂ ചേഞ്ചസ് കാണിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനം കാണാം, അത് റെഡ് ലൈനിൽ ഇങ്ങനെ ഡിജിറ്റൽ ബോർഡിൽ കൂടെ പോകുന്ന കാണാം കേട്ടോ. അതിന്റെ പ്രൈസ് വാല്യൂ ഓരോ ഷെയറിന്റെയും. അതിലേക്കാണ് ടീച്ചർ വരുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ 4ാമത്തെ ഫംഗ്ഷനാണ് റെഡ്യൂസിംഗ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ. എന്നാന്ന് കേട്ടെ, ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രൊവൈഡ് വാല്യുബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ സെക്യൂരിറ്റീസ് കേട്ടോ. ഈ കമ്പനികൾ ഇറക്കിയിരിക്കുന്ന സെക്യൂരിറ്റികളെ സംബന്ധിച്ചുള്ള വാല്യുബിൾ ഇൻഫർമേഷൻ ഷെയർ ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സിനും ഒക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നു, നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ടൈമും അതുപോലെ അവരുടെ പൈസയും ഒന്നും കളയാതെ തന്നെ എന്ത് ചെയ്യാം, എളുപ്പത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടും എന്നതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന 4ാമത്തെ ഫംഗ്ഷൻ. ഇറ്റ് ഹെൽപ്സ് ടു സേവ് ടൈം കേട്ടോ. ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ സമയം സേവ് ചെയ്യാം, എഫോർട്ട് കേട്ടോ. ആ കമ്പനിയെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് വ്യക്തമായ ധാരണകൾ കമ്പനിയെ പറ്റി കിട്ടും. ഷെയറിന്റെ വാല്യൂ എങ്ങനെയാണ്, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, എങ്ങനെയായിരിക്കും അതിന്റെ ട്രെൻഡ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ 4ാമത്തെ ഫംഗ്ഷൻ. ഒന്നുകൂടെ പറയാം, 4 ഫംഗ്ഷൻസ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റിന് കൊടുത്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അസറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ലളിതമായി പറയുകയാണെങ്കിൽ ബോറോവേഴ്സിനെയും സേവേഴ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്ലേസിനെയും നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയാം. ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫംഗ്ഷൻസ് ആണ് ടീച്ചർ ഇപ്പം പറഞ്ഞത്. മൊബിലൈസേഷൻ ഓഫ് സേവിങ് അല്ലെ, സേവിങ്സിനെ മൊബിലൈസ് ചെയ്തിട്ട് അതിനെ പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് എന്ത് ചെയ്യാം, ചാനലൈസ് ചെയ്യാം. രണ്ടാമത് പറഞ്ഞേക്കുവാണ്, ഈ പറഞ്ഞിരിക്കുന്ന പബ്ലിക്കുമായിട്ട് കമ്പനികൾക്ക് റെഗുലർ കോൺടാക്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഫിനാൻഷ്യൽ അസറ്റുകൾക്ക് എളുപ്പത്തിൽ എത്ര രൂപ അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് ചാർജ് ചെയ്യുന്നത് എത്രയായിരിക്കണമെന്ന് അവർക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് കൊണ്ടുള്ള 2ാമത്തെ ഫംഗ്ഷൻ. 3ാമത്തെ ഫംഗ്ഷൻ പറഞ്ഞേക്കുവാണ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ഫിനാൻഷ്യൽ അസറ്റ് വാങ്ങിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് എളുപ്പത്തിൽ അതിനെ എന്താക്കി മാറ്റാം, അതിനെ പൈസയാക്കി അല്ലെങ്കിൽ പണമാക്കി മാറ്റാം. അതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. 4ാമത്തെ ഫംഗ്ഷൻ പറഞ്ഞേക്കുവാണ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ഷെയർ ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സിനും കറക്റ്റ് സമയത്ത് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാം, അവരുടെ ടൈം സേവ് ചെയ്യാം, അതുപോലെ എഫോർട്ട്ലെസ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാം. ഇത്രയുമാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫംഗ്ഷൻസ്. ദെൻ അടുത്ത പോർഷനിലേക്ക് നമ്മൾ പോകും. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു പോർഷനും വിട്ടുകളയരുത്. ടീച്ചർ ഫിനാൻഷ്യൽ മാർക്കറ്റ് പറഞ്ഞു, ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫംഗ്ഷൻസ് പറഞ്ഞു. ദെൻ അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് മണി മാർക്കറ്റ് അല്ലെങ്കിൽ പണവിപണി എന്ന് പറയും. രണ്ടാമത്തത് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ മൂലധന വിപണി. ഒന്നുകൂടെ പറഞ്ഞ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? 2ആയിട്ട്, മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇതിലെ ഒന്നാമത്തേലേക്ക് നമ്മൾ വീണ്ടും വരുവാണ്. എന്താണ് മണി മാർക്കറ്റ് അല്ലെങ്കിൽ പണവിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടേം ഫണ്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മണി മാർക്കറ്റ്. ഹ്രസ്വകാല ഫണ്ടുകൾ വിനിമയം ചെയ്യുന്ന അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്ന വിപണിയെ വിളിക്കുന്ന പേരാണ് മണി മാർക്കറ്റ്. ഒന്നാമത്തെ പോയിന്റ് വരുമ്പോൾ ഇവിടെ എങ്ങനെയുള്ള സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റുകളാണ് കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിരിക്കുന്ന ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്. രണ്ടാമത് അവർ കൊടുത്തിരിക്കുന്ന അതിന്റെ പീരീഡിലാണ് അപ് ടു 1 ഇയർ. എത്ര വർഷം വരെ കാലാവധിയുള്ളൂ ഈ സെക്യൂരിറ്റികൾക്ക്? 1 വർഷം വരെ മാത്രമേ കാലാവധിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സെക്യൂരിറ്റികൾ വിപണനം ചെയ്യുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് മണി മാർക്കറ്റ്.
മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടൈം ഫണ്ട് കേട്ടോ. ഷോർട്ട് ടൈം ഫണ്ടുകൾ മാർക്കറ്റ് ചെയ്യുന്ന വിപണിയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഡീൽസ് മോണിറ്ററി അസറ്റ്സ് പോസ്റ്റ് പീരിയഡ് മെച്യൂരിറ്റി അപ് ടു 1 year. അതിന്റെ പീരീഡ് എത്ര വർഷം വരെ ഉള്ളൂ? 1 വർഷം വരെ ഉള്ളൂ. അപ്പോൾ മണി മാർക്കറ്റ് എന്താണെന്ന് കിട്ടിയല്ലോ. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാല ഫണ്ടുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന മാർക്കറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മണി മാർക്കറ്റ്. രണ്ടാമത് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പീരീഡ് എത്ര വർഷം വരെ ഉള്ളൂ? അപ് ടു 1 year. 1 വർഷം വരെ കാലാവധിയുള്ള ഫണ്ടുകളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇനി ടീച്ചർ പറയാൻ പോകുന്നത് ഈ മണി മാർക്കറ്റിലെ മേജർ ഇൻസ്ട്രുമെന്റുകൾ. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാലും ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ് വേർഡിങ്. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ മണി മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റുകൾ അല്ലെങ്കിൽ സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ അസറ്റുകൾ എന്തെല്ലാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലൊരു പോയിന്റ് വിട്ട് കളയുന്നത് ഒന്നാമത്തെ പോയിന്റാണ് ടി ബിൽ അല്ലെങ്കിൽ ട്രഷറി ബിൽ കേട്ടോ. എന്നാ ബില്ല? ട്രഷറി ബില്ല്. ഇത് റിസർവ് ബാങ്ക് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. It is issued by the Reserve Bank. ആർക്ക് വേണ്ടിയാന്ന് കേട്ടോണം? On behalf of central and the state government. കേന്ദ്ര ഗവൺമെന്റിനോ സംസ്ഥാന ഗവൺമെന്റിനോ പണം ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് ഇവർക്ക് വേണ്ടി ഇറക്കുന്ന ആ ഇൻസ്ട്രുമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രഷറി ബിൽ അല്ലെങ്കിൽ ടി ബിൽ. പിന്നെ അതിന്റെ പീരീഡ് കൊടുത്തിരിക്കുന്ന എല്ലാ ഈ പറഞ്ഞിരിക്കുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകൾക്കെല്ലാം നമ്മൾ പീരീഡ് വെച്ചാണ് എഴുതുന്നത്. ഈ ട്രഷറി ബില്ലിന്റെ കാലാവധി 1 year വരെയാണ്. അപ് ടു 1 year. എല്ലാം 1 year ആണ്. ചിലത് 3 to 6 months ഉണ്ട്. അപ്പോൾ ആ ഡേറ്റിന് പ്രസക്തി ഉണ്ട് കേട്ടോ. ട്രഷറി ബില്ലിന് അവർ കൊടുത്തിരിക്കുന്ന പീരീഡ് 1 year ആണ്. എനിക്ക് തോന്നുന്നു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിലെ ഏറ്റവും ലിക്വിഡിറ്റി കൂടിയ ഇൻസ്ട്രുമെന്റ് ഇതാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ബൈ ദ റിസർവ് ബാങ്ക്. അത് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ആരാണ്? നമ്മുടെ ഇത് മേടിക്കുന്ന ഫണ്ടിന് ഉറപ്പ് തന്നിരിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് അല്ലെ. നമ്മുടെ രാജ്യത്തിന്റെ ബാങ്കേഴ്സ് ബാങ്ക് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ബാങ്കുകളുടെ ബാങ്ക് അല്ലെങ്കിൽ ലീഡിംഗ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് റിസർവ് ബാങ്ക്. അതിന്റെ അപ്പുറത്തോ വരാറില്ല. അപ്പൊ നമുക്കറിയാം ഈ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ നമ്മുടെ ഇത് മേടിച്ചു കഴിഞ്ഞ് എങ്ങാനും അവർക്ക് തരാൻ പറ്റിയില്ലെങ്കിലും അത് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ആരാണ്? റിസർവ് ബാങ്ക് ആണ്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞേക്കോണം ഇറ്റ് ഈസ് ഹൈലി ലിക്വിഡ് കേട്ടോ. അത് വളരെയധികം ലിക്വിഡിറ്റി കൂടുതലുള്ളതാണ്. അതിനകത്ത് എപ്പം വേണമെങ്കിലും അതായത് എപ്പോഴും ആ സെക്യൂരിറ്റികൾക്ക് ഡിമാൻഡ് വളരെ കൂടുതലാണ്. ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. നമുക്ക് എളുപ്പത്തിൽ എന്താക്കി മാറ്റാം? പണമാക്കി മാറ്റാം. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ വില. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് മുഖവില എന്ന് പറയാം. സപ്പോസ് ഇപ്പം റിസർവ് ബാങ്ക് ഇറക്കിയിരിക്കുന്ന ട്രഷറി ബില്ല് ഒരെണ്ണത്തിന്റെ വില 100 രൂപയാണെന്ന് വിചാരിക്കുക. അതാണ് ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളത് മേടിക്കേണ്ടത് ചിലപ്പോൾ 90 രൂപയ്ക്കോ 80 രൂപയ്ക്കോ അതായത് 80 രൂപയോ 90 രൂപയോ നമ്മൾ കൊടുത്താൽ മതി. 1 വർഷം കഴിയുമ്പോൾ റിസർവ് ബാങ്ക് നമുക്ക് പൈസ എത്ര തരും? അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് എത്ര രൂപ തരും? 100 രൂപ തരും. നമ്മൾ അങ്ങോട്ട് എത്രയേ കൊടുത്തുള്ളൂ? 90 കൊടുത്തുള്ളൂ. ഇങ്ങോട്ട് നമുക്ക് മെച്യൂരിറ്റി പീരീഡ് എത്ര തന്നു? 100 തന്നു കേട്ടോ. 10 രൂപയാണ് അപ്പം നമ്മുടെ വ്യത്യാസം. അതാണ് ട്രഷറി ബില്ലിന് മറ്റൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ദേ ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ലോവർ ദാൻ ദെയർ ഫേസ് വാല്യൂ. ടീച്ചർ ആ എക്സാമ്പിളിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. മുഖവിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് റിസർവ് ബാങ്ക് നമ്മുടെ ആ പൈസ മേടിക്കുന്നത്. എന്നിട്ട് കാലാവധി എത്തുമ്പോൾ നമുക്ക് എന്ത് തരും? ഫേസ് വാല്യൂ തരും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു 100 രൂപ വാല്യൂ ഉള്ളത് നമ്മുടെ എത്രയും മേടിക്കത്തുള്ളൂ? 90 മേടിക്കത്തുള്ളൂ. എന്നിട്ട് മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ നമുക്ക് എത്ര തരും? 100 രൂപ തരും. അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? അടുത്ത പോർഷനിലേക്ക് വരുമ്പോൾ കൊമേഴ്സ്യൽ പേപ്പറിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ഇൻസ്ട്രുമെന്റ് ആണ് കൊമേഴ്സ്യൽ പേപ്പർ. അപ്പൊ ആദ്യത്തെ ട്രഷറി ബിൽ ആരെ ഇറക്കുന്നു നോക്കണം, ആർക്ക് വേണ്ടിയാണ്, പീരീഡ് നോക്കണം, എങ്ങനെയാണ് കൊടുക്കുന്നത്. അത്രയും ട്രഷറി ബില്ലിനെ പറ്റി ചോദിച്ചാൽ എഴുതണം. ക്വസ്റ്റ്യൻ വരുന്ന 5 മാർക്കിന് ഇങ്ങനെയാണ്. വാട്ട് ആർ ദ മേജർ ഇൻസ്ട്രുമെന്റ്സ് ഇൻ മണി മാർക്കറ്റ് കേട്ടോ. മണി മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ ഇപ്പം പറയാൻ പോകുന്ന ഇൻസ്ട്രുമെന്റുകൾ എല്ലാം എഴുതണം. അതല്ല എങ്കിൽ ഇപ്പം പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്ന അങ്ങനെയാണ് 2 ബില്ലുകൾ മാത്രം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി മാത്രം എഴുതേണ്ടി വരും. രണ്ടാമത്തെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് കൊമേഴ്സ്യൽ പേപ്പർ. എന്താ കൊമേഴ്സ്യൽ പേപ്പർ എന്ന് കേട്ടെ? ഇതും ഒരു ഷോർട്ട് ടൈം പ്രോമിസറി നോട്ടാണ്. പ്രോമിസ് ടു പേ അല്ലെ, തന്നുകൊള്ളാമെന്ന് ഗ്യാരണ്ടി ചെയ്യുവാണ്. ഇതാരാണ് ഇറക്കുന്നത് കേട്ടോണം. അവിടെയാണ് പ്രസക്തി. ഇത് ഇറക്കുന്നത് നമ്മുടെ കമ്പനികളാണ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, 5ാമത്തെ ക്ലാസിഫിക്കേഷൻ ബിസിനസ് സ്ഥാപനം. ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന 5ാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു നമ്മുടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇവരാണ് ഏതിറക്കുന്നത്? കൊമേഴ്സ്യൽ പേപ്പർ ഇറക്കുന്നത്. അതായത് അവർക്ക് ഷോർട്ട് ടൈം ഫണ്ട് ആവശ്യമായി വന്നാൽ നമ്മുടെ സെബിയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതെല്ലാം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ടീച്ചർ പറഞ്ഞേക്കാം, ഇന്ത്യയിലെ എല്ലാ കമ്പനികളുടെയും ഷെയറുകളൊക്കെ ഇറക്കുന്നതിന് മുമ്പ് ഈ സെബിയുടെ പെർമിഷൻ വേണം കേട്ടോ.
അപ്പം അവര് ആ സെബി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പെർമിഷനോടുകൂടി ഇവരുടെ കമ്പനികളുടെ ഷോർട്ട് ടൈം ആവശ്യത്തിന് വേണ്ടി, ഹ്രസ്വകാല ആവശ്യങ്ങൾക്ക് വേണ്ടി ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ ഇറക്കുന്ന പ്രോമിസറി നോട്ടാണ് എന്ത്, കൊമേഴ്സ്യൽ പേപ്പർ. അപ്പൊ ഇത് ഇറക്കുന്ന ആരെഴുതണം, ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളാണ് കേട്ടോ. എങ്ങനെയുള്ള കമ്പനിയാണെന്ന് കേട്ടോണം, ക്രെഡിറ്റ് വർത്തിനെസ്, അതായത് നല്ല സാമ്പത്തിക ശേഷിയുള്ളത്. അപ്പം ചോദിക്കും എന്തിനാണ് പിന്നെ അവർ ഫണ്ട് മേടിക്കുന്നത് അല്ലെ, പബ്ലിക്കിനെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫണ്ട് മേടിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ സാമ്പത്തിക ശേഷി ഉള്ളതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത്രയും ലിക്വിഡ് മണി ആയിരിക്കില്ല, ഫിക്സഡ് അസറ്റ് ആയിരിക്കും കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ള കമ്പനികളാണ് ഏതിറക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന കൊമേഴ്സ്യൽ പേപ്പർ ഇറക്കുന്നത്. ഇപ്പൊ കൊമേഴ്സ്യൽ പേപ്പർ ഇറക്കുന്ന ആരാന്ന് ആദ്യം എഴുതണം. രണ്ടാമത് കൊടുക്കേണ്ടത് ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് കേട്ടോ, 15 days to 1 year. നമ്മൾ ട്രഷറി ബില്ല് പറഞ്ഞപ്പോൾ 1 year മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ പറഞ്ഞത് ഓരോ ഇൻസ്ട്രുമെന്റിന്റെയും പീരീഡ് കൊണ്ടാണ് അവയെ നമ്മൾ വേർതിരിക്കുന്നത്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളാണ്. അവരുടെ ഷോർട്ട് ടൈം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഇറക്കുന്നത്. അതിന്റെ പീരീഡ് ആണ് 15 വർഷം തൊട്ട് 1 year വരെ. ദെൻ മൂന്നാമത്തെ ഇൻസ്ട്രുമെന്റിനെ പറ്റിയാണ് ടീച്ചർ പറയാൻ പോകുന്നത്, കോൾ മണി. മണി അറ്റ് കോൾ എന്ന് പറയാം, അല്ലെങ്കിൽ കോൾ മണി എന്ന് പറയാം. മണി അറ്റ് കോൾ എന്ന് പറയാൻ വിളിക്കുന്ന മാത്രയിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ തമ്മിൽ പരസ്പരം നടത്തുന്ന ഒരു ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റിനെ. അപ്പൊ നോക്കിയേ, അവിടെ ട്രഷറി ബില്ല്, റിസർവ് ബാങ്ക്, ഇപ്പം ടീച്ചർ പറഞ്ഞ കൊമേഴ്സ്യൽ പേപ്പർ ആരാക്കുന്നത്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാ. ഇനി ഞാൻ പറയാൻ പോകുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് കോൾ മണിയാണ് കേട്ടോ. കോൾ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ തമ്മിൽ പരസ്പരം നടത്തുന്ന ഒരു ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൾ മണി. വ്യക്തമായില്ലെന്നറിയാം. അതായത് രണ്ട് ബാങ്ക്, ഇപ്പം ഒരു നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ 2 ബാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കും ഉണ്ട്, അതുപോലെ തന്നെ കാനറ ബാങ്കും ഉണ്ട്. ഇപ്പം കാനറ ബാങ്കിലെ മാനേജർ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ മാനേജറിനെ വിളിച്ചിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ പെട്ടെന്ന് ഫണ്ട് അറേഞ്ച് ചെയ്യണം. അങ്ങനെ അതാണ് മണി കോൾ. ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇതായി, ഫോൺ കോളിൽ തന്നെ ഈ ഫണ്ട് അറേഞ്ച് ചെയ്യാം എന്നുകൊണ്ടാണ് ആ കോൾ എന്നുള്ള വേർഡ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ബാങ്കുകൾ തമ്മിൽ പരസ്പരം നടത്തുന്ന ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് കോൾ മണി. അത് ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ മണി മാർക്കറ്റിൽ വരുന്നതാണ്. അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് 15 days കേട്ടോ. 15 ദിവസത്തിന് അപ്പുറത്തോട്ട് പോകത്തില്ല. അപ്പൊ ഈ 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, വാങ്ങിച്ചിരിക്കുന്ന ബാങ്ക് ഈ ഫണ്ട് തിരിച്ചു കൊടുക്കണം. എത്ര ദിവസമാണോ ഇവർ മേടിച്ചിരിക്കുന്നത് അത്രയും ദിവസത്തെ ഇൻട്രസ്റ്റ് തന്ന ബാങ്കിന് കൊടുക്കേണ്ടി വരും. ആ ഇൻസ്ട്രുമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൾ മണി. കോൾ മണി ഈസ് എ ഷോർട്ട് ടൈം ഫിനാൻസ് റീപേബിൾ ഓൺ ഡിമാൻഡ് കേട്ടോ. ഡിമാൻഡ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കേണ്ടതായി വരും. വിത്ത് ദ മെച്യൂരിറ്റി പീരീഡ് ഓഫ് 1 day to 15 days. അതിന്റെ കാലാവധി കൊടുത്തിരിക്കുന്നുണ്ട് 1 ദിവസം മുതൽ 15 ദിവസം. സാധാരണഗതിയിൽ ബാങ്കുകൾ തമ്മിൽ നടത്തുന്ന ഒരു ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ് ആണ് കോൾ മണി. ടീച്ചർ ഇനി പറയാൻ പോകുന്ന നാലാമത്തെ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്, അല്ലെങ്കിൽ CD എന്ന് വിളിക്കും കേട്ടോ. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഇതാരാണ് ഇറക്കുന്നത് കേട്ടോണം. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആർ അൺസെക്യൂർഡ്, നെഗോഷ്യബിൾ, ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ് ഇൻ ബെയർ ഫ്രോം ഇഷ്യൂഡ് ബൈ കൊമേഴ്സ്യൽ ബാങ്ക് കേട്ടോ. വാണിജ്യ ബാങ്കുകൾ, നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വാണിജ്യ ബാങ്കുകൾ അവരുടെ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറക്കുന്ന ഡോക്യുമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്. അതിന്റെയും കാലാവധി അവർ 1 year തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നാലാമത്തെ ഇൻസ്ട്രുമെന്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്. ഇത് ഇറക്കുന്നത് ആരാണെന്ന് പറഞ്ഞു, കൊമേഴ്സ്യൽ ബാങ്കുകളാണ് ഇറക്കുന്നത്. അവരുടെ ഷോർട്ട് ടൈം ആവശ്യത്തിന് വേണ്ടിയാണ് ഇറക്കുന്നത്. ഇതിന്റെ പീരീഡും 1 year ആണ്. ഇവര് സാധാരണ ഈ പ്രകാരം ഇറക്കുന്ന CD എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് കൊടുക്കുന്നത് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള വ്യക്തികൾക്കാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കും എന്ന് പറഞ്ഞാൽ അവർക്കും മേടിച്ചിട്ട് പൈസ കൊടുക്കാം കേട്ടോ. അപ്പൊ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഇറക്കുന്നവരെ കൊമേഴ്സ്യൽ ബാങ്കാണ്. അവരുടെ ഷോർട്ട് ടൈം ആവശ്യത്തിന് വേണ്ടിയാണ് ഇറക്കുന്നത്. ഇതിന്റെ പീരീഡ് എത്ര വരെ കൊടുത്തിട്ടുള്ളൂ, 1 year വരെയാണ്. സാധാരണഗതിയിൽ നമ്മളെ പോലുള്ള പബ്ലിക്കിനാണ് ഇത് കൊടുക്കുന്നത്. ഇതൊരു അഞ്ചാമത്തെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് കൊമേഴ്സ്യൽ ബില്ല്. കൊമേഴ്സ്യൽ ബില്ല് നമ്മൾ അക്കൗണ്ടൻസിക്കകത്ത് പഠിച്ച ഓർക്കുന്നുണ്ടോ, ബില്ല് ഓഫ് എക്സ്ചേഞ്ച് അല്ലേ. നമ്മുടെ ഡ്രോയറും ഡ്രോയും കണക്കുണ്ടായിരുന്നു പരീക്ഷയ്ക്ക്. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്, 5 മാർക്കിന് ടീച്ചർ കണ്ടായിരുന്നു. ഡിസ്കൗണ്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്, കൊമേഴ്സ്യൽ ബില്ല് അല്ലേ. എന്നാ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് നോക്കുന്നുണ്ടോ, ഡ്രോയി പണം തരുന്നതിന് മുമ്പ് ഡ്രോയർക്ക് വേണമെങ്കിൽ, ആരാ ഡ്രോയർ എന്നറിയാലോ. ഡ്രോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ക്രെഡിറ്റ് വിറ്റ വ്യക്തിയാണ് ഡ്രോയർ, അല്ലെങ്കിൽ നമ്മുടെ വിൽപ്പനക്കാരൻ അല്ലെ. വാങ്ങിച്ചുകൊണ്ട് പോയ വ്യക്തിയാണ്, അല്ലെങ്കിൽ ഡെപ്റ്റർ ആണ് ഡ്രോയി. ഡെപ്റ്റർ 3 മാസത്തേക്കായിരിക്കും, ചിലപ്പോൾ 6 മാസത്തേക്ക്, മാക്സിമം 3 മാസത്തേക്കാണ്
നമ്മൾ ബില്ല് എഴുതുന്നത്. പക്ഷേ ആ ബില്ലിന്റെ കാലാവധിക്ക് മുമ്പ് വേണമെങ്കിൽ ഡ്രോയർക്ക് എന്ത് ചെയ്യാം, അത് അയാളുടെ അക്കൗണ്ടിലുള്ള ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ ബാങ്ക് എന്ത് ചെയ്ത് കൊടുക്കും, ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്കറിയാം ഇപ്പം വന്ന ക്വസ്റ്റ്യനും അത് തന്നെയായിരുന്നു. അപ്പോൾ ബില്ല് ഡിസ്കൗണ്ടിന്റെ എനിക്ക് 20,000 18,000 ആയിരുന്നു തോന്നുന്നു നമ്മുടെ എമൗണ്ട് അല്ലേ, 2,000 രൂപയെങ്ങാണ്ട് അതിനകത്ത് ഡിസ്കൗണ്ട് കയറി വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഇപ്പം നമ്മുടെ ഫൈനൽ എക്സാമിന് വന്നത്. Then കൊമേഴ്സ്യൽ ബില്ലിലേക്ക് ടീച്ചർ വരുവാണ്. ഇറ്റ് ഈസ് എ ഷോർട്ട് ടൈം നെഗോഷ്യബിൾ. നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കൈമാറ്റം ചെയ്യാം അല്ലെ, നമ്മൾ നമ്മുടെ എൻഡോസി എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്തൊക്കെ പഠിപ്പിച്ചതാണ്. ദെൻ അതിലേക്കാണ് വരുന്നത് കൊമേഴ്സ്യൽ ബില്ല് എന്ന് പറയുന്നത്. ഇതും ഒരു ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റുകളാണ്. ഫണ്ട് അറേഞ്ച് ചെയ്യാൻ ഡ്രോയർ ഉപയോഗിക്കുന്ന ആ ഒരു മാർഗം അല്ലെ, ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് പണം സമാഹരിക്കാമെങ്കിൽ അതിനെയാണ് നമ്മുടെ കൊമേഴ്സ്യൽ ബിൽ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതിന്റെ പീരീഡ് നമുക്കറിയാം മാക്സിമം 3 മാസമാണ് അതിന്റെ കാലാവധി. ദീസ് ആർ ദ മേജർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് ടി ബിൽ അല്ലെങ്കിൽ ട്രഷറി ബിൽ. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആർക്ക് വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത്, ആർക്ക് വേണ്ടിയാ, കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റിനോ വേണ്ടി അല്ലെ. ദെൻ രണ്ടാമത് നമ്മൾ കാണുന്നത് കൊമേഴ്സ്യൽ പേപ്പറിനെ പറ്റിയാണ് പറഞ്ഞത്. ദെൻ കൊമേഴ്സ്യൽ പേപ്പർ ആരാ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. നല്ല ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള കമ്പനികളാണ് ഇറക്കുന്നത്. ദെൻ അവരുടെ ഷോർട്ട് ടൈം ആവശ്യത്തിന് വേണ്ടിയാണെന്ന് കണ്ടു. അടുത്തത് പറഞ്ഞത് കോൾ മണിയാണ്. അതിന്റെ പീരീഡിന് വളരെ പ്രസക്തിയുണ്ട്. 1 തൊട്ട് 15 ദിവസം വരെ ബാങ്കുകൾ തമ്മിൽ നടത്തുന്ന ഒരു ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റിനെയാണ് കോൾ മണി എന്ന് വിളിക്കുന്നത്. ദെൻ നാലാമത്തെ ടീച്ചർ പറഞ്ഞു സി ഡി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്. അത് കൊമേഴ്സ്യൽ ബാങ്കാണ് നടക്കുന്നത്. ദെൻ അതിന്റെ പീരീഡ് 1 ഇയർ വരെയാണ്. നമുക്കറിയാം അത് ഇൻഡിവിജ്വൽസിനോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. The last one is commercial bill അല്ലെങ്കിൽ bill of exchange. ഡ്രോയർ അയാൾക്ക് കിട്ടിയിരിക്കുന്ന ബില്ല് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് ഫണ്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് കൊമേഴ്സ്യൽ ബില്ല്. ഇറ്റ് ഈസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. എന്നാൽ നിങ്ങൾക്കറിയാം അത് നമുക്ക് എൻഡോസിയിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സണിലേക്ക് ട്രാൻസ്ഫറും ചെയ്യാം. ഇതിനെയാണ് അതിന്റെ പീരീഡ് നമുക്കറിയാം 3 മാസമാണ്. ദീസ് ആർ ദ മേജർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. ടീച്ചർ ഈ ചാപ്റ്ററിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നാന്ന് പറഞ്ഞു. ദെൻ അവിടെ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫംഗ്ഷൻസ് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞത് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ 2 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് മണി മാർക്കറ്റും ദെൻ മണി മാർക്കറ്റിന്റെ ഇൻസ്ട്രുമെന്റുകളും. ദെൻ അടുത്ത പോർഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ മൂലധന വിപണി അല്ലെ. മണി മാർക്കറ്റ് നിങ്ങൾക്ക് മനസ്സിലായി ഷോർട്ട് ടൈം ഫണ്ടുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്തായിരിക്കാം കൈകാര്യം ചെയ്യുന്നത് അല്ലെ, ലോങ് ടൈം ഫണ്ടുകൾ അല്ലെങ്കിൽ 1 വർഷത്തിന് മുകളിലേക്ക് കാലാവധിയുള്ള ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന മാർക്കറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഡീലിംഗ് ലോങ് ടൈം ഫണ്ട്സ് സച്ച് ആസ് ഏതൊക്കെയായിരിക്കാം, ഷെയർ, ഡിബഞ്ചർ, ബോണ്ട് എന്നിങ്ങനെയുള്ള സെക്യൂരിറ്റികൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന മാർക്കറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റി എഴുതണം. ഇവിടെ എന്തൊക്കെയുള്ള ഇങ്ങനെയുള്ള സെക്യൂരിറ്റികളാണ് കൈമാറ്റം ചെയ്യുന്നത്, ലോങ് ഡ്യൂറേഷൻ അല്ലെങ്കിൽ ലോങ് മെച്യൂരിറ്റി പീരീഡുള്ള സെക്യൂരിറ്റികളാണ് കൈമാറ്റം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ കൈമാറ്റം ചെയ്യുന്ന സെക്യൂരിറ്റികൾ ഏതൊക്കെയാണ്, ഷെയർ, ഡിബഞ്ചർ, ബോണ്ട്. ഷെയർ തന്നെ നിങ്ങൾക്കറിയാം എത്ര ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും. ദെൻ പ്രിഫറൻസ് ഷെയറിനെ തന്നെ നമ്മൾ സബ് ക്ലാസിഫിക്കേഷൻ പഠിച്ച് ഓർക്കുന്നുണ്ടല്ലോ, ക്യുമുലേറ്റീവ്, നോൺ ക്യുമുലേറ്റീവ്, റെഡീമബിൾ, ഇറെഡീമബിൾ, കൺവേർട്ടബിൾ, നോൺ കൺവേർട്ടബിൾ, പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ്. ദെൻ ബോണ്ട്. ഇങ്ങനെയുള്ള ഡിബഞ്ചറും ഇതിന്റെ ഇതുപോലെ തന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചാൽ അല്ലെ, ഇങ്ങനെയുള്ള സെക്യൂരിറ്റികളാണ് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ കൈമാറ്റം ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് ക്ലിയർ ആയോ? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ എങ്ങനെയുള്ള സെക്യൂരിറ്റികളാണ്, ലോങ് ടൈം സെക്യൂരിറ്റികളാണ്, പീരീഡ് 1 ഇയറിന് മുകളിലോട്ടാണ്. അതുപോലെ തന്നെ ഷെയറുകൾ, ഡിബഞ്ചർ, ബോണ്ട് എന്നൊക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം ലിക്വിഡിറ്റി കുറച്ചാരെക്കാളും കുറവായിരിക്കും, നമ്മുടെ മണി മാർക്കറ്റിനേക്കാളും കുറവാണ്. കാരണം മണി മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, 1 വർഷത്തിനുള്ളിൽ അതിനെ എന്താക്കി മാറ്റാം, പണമാക്കി മാറ്റാം. പക്ഷെ ക്യാപിറ്റൽ മാർക്കറ്റിനെ നമുക്കറിയാം കമ്പനി ഷെയറുകൾ എപ്പോൾ മാത്രമേ തിരിച്ചെടുക്കത്തുള്ളൂ, റെഡീമബിൾ ഷെയർ ഒഴികെ ബാക്കിയെല്ലാം കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടച്ചു കൂട്ടുമ്പോൾ മാത്രമേ തിരിച്ചെടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം, നമ്മളൊരു ഷെയർ മേടിച്ചാൽ ഈ പൈസ ഒരു 5 വർഷം കഴിഞ്ഞ് നമുക്കത് പണമാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ദെൻ ഇപ്പോൾ ഇനി പറയാൻ പോകുന്നത് ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും. ക്യാപിറ്റൽ മാർക്കറ്റ് എന്നാന്ന് വ്യക്തമായല്ലോ. ദെൻ അടുത്ത പോർഷൻ അവർ കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസസ്. ഇത്തിരി പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. ഇതിലിപ്പോൾ പറഞ്ഞ പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് കുറേ ഡിഫറൻസസ് എഴുതാൻ പറ്റും അല്ലെ. ആദ്യം അതിന്റെ മീനിങ് എന്നാന്ന് കൊടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഡിഫറൻസ് നമുക്ക് കിട്ടും. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഹ്രസ്വകാല ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് നമ്മുടെ മണി മാർക്കറ്റ്. ഇപ്പം ക്യാപിറ്റൽ മാർക്കറ്റ് എന്നാണ് ലോങ് ടൈം ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് ക്യാപിറ്റൽ മാർക്കറ്റ്.
രണ്ടാമത്തെ പോയിന്റ് എന്നാ കൊടുക്കാം? ക്യാപിറ്റൽ മാർക്കറ്റ് മണി മാർക്കറ്റ് പീരീഡ് എത്ര വർഷം വരെ ഉള്ളൂ? 1 വർഷം വരെ ഉള്ളൂ. ക്യാപിറ്റൽ മാർക്കറ്റോ 1 വർഷത്തിന് മുകളിലോട്ട്. മൂന്നാമത്തെ ഡിഫറൻസ് കൊടുക്കുമ്പോൾ മണി മാർക്കറ്റിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന മേജർ ഇൻസ്ട്രുമെന്റുകൾ ഏതൊക്കെയാണ്? ട്രഷറി ബില്ല്, കൊമേഴ്സ്യൽ പേപ്പർ, ബില്ല് ഓഫ് എക്സ്ചേഞ്ച്, CD ഒക്കെ അല്ലെ. ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന മേജർ ഇൻസ്ട്രുമെന്റ് ഏതൊക്കെയാ? ഷെയർ, ഡിബഞ്ചർ, ബോണ്ട്. പീരീഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായി, ലിക്വിഡിറ്റി കൂടുതലാക്കാം. മണി മാർക്കറ്റ് ഹൈലി ലിക്വിഡ് ആണ്, പക്ഷെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്തല്ല, അത്രയും ലിക്വിഡിറ്റി ഇല്ല. ഇനി എവിടെയായിരിക്കും സേഫ്റ്റി, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ റിസ്ക് കുറവ് എവിടെയായിരിക്കും? പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുന്നതല്ലേ നമ്മുടെ റിസ്ക് കുറവ്. അപ്പം മണി മാർക്കറ്റിൽ റിസ്ക് കുറവാണ്, ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്താണ് റിസ്ക് കൂടുതലാണ്. അപ്പം ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഒന്നുകൂടി ടീച്ചർ പറയാം എന്തൊക്കെയാണ് മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ്. പറഞ്ഞ പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസസ് കൊടുക്കാം. പുസ്തകത്തിൽ തന്നിരിക്കുന്ന തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. മണി മാർക്കറ്റ് തന്നെ കൊടുത്തേക്കുന്നത് ഷോർട്ട് ടൈം ഫണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റിൽ ലോങ് ടൈം ഫണ്ടുകൾ കൈകാര്യം ചെയ്തു. ഇതിന്റെ പീരീഡ് 1 ഇയർ ആണ്, ഇത് 1 ഇയറിന് മുകളിലോട്ടാണ്. അതുപോലെ തന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകൾ ഇന്നതാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകൾ ഷെയർ, ഡിബഞ്ചർ, ബോണ്ടാണ്. മണി മാർക്കറ്റ് കുറച്ച് ലിക്വിഡിറ്റി കൂടുതലാണ്, ഹൈലി ലിക്വിഡ് ആണ്. അത്രയും ലിക്വിഡിറ്റി ഇല്ല, ലെസ് ലിക്വിഡിറ്റിയേ ഉള്ളൂ. പിന്നെ റിസ്ക് ഇവിടെ കുറവാണ്, അവിടെ റിസ്ക് കൂടുതലാണ്. ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്.